നമസ്കാരം. ഞാനിപ്പോൾ ഒരു ലോങ് വീഡിയോ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഒത്തിരി പേര് എന്നോട് ചോദിച്ചതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ക്രോമിൽ വന്നിട്ട് Y2 സ്റ്റുഡിയോയുടെ ആപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ അപ്ഡേഷനിൽ നമ്മുടെ ഇപ്പോൾ നിങ്ങളുടെ എൻ്റെ ഫോണിൽ കാണാൻ പറ്റും, ഇവിടെ Y2 സ്റ്റുഡിയോയുടെ ആപ്പ് ഇരിപ്പുണ്ട്. ഈ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നാൽ ക്രോമിൽ പോയിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതെന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓട്ടോമാറ്റിക്കായിട്ട് റീഡയറക്റ്റായിട്ട് നേരെ ആപ്പിലാണ് ഓപ്പൺ ആകുന്നത്. അപ്പോൾ അത് നമുക്ക് സൊല്യൂഷൻ രണ്ടെണ്ണം ഉണ്ട്. ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് Y2 സ്റ്റുഡിയോയെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ട് ക്രോമിൽ പോയിട്ട് Y2 സ്റ്റുഡിയോ നമുക്ക് ഓൺ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ബ്രൗസർ കൂടെ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആക്കി വയ്ക്കുക. ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ്. അപ്പം ഞങ്ങൾക്കിവിടെ UC ബ്രൗസർ വർക്കാകും. അപ്പം ഞാൻ UC ബ്രൗസറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സോ UC ബ്രൗസർ വന്ന് ഓപ്പൺ ആക്കുക. അപ്പോൾ UC ബ്രൗസർ ഓപ്പൺ ആക്കി നമ്മൾ Y2 സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിനകത്ത് കണ്ടിന്യൂ ടു സ്റ്റുഡിയോ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ടു സ്റ്റുഡിയോ കൊടുക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ ഓപ്പണായി കിട്ടും. അതുവഴി നമുക്ക് ആ ഉള്ളിലോട്ടൊക്കെ പോയി എല്ലാ ഇതും ചെയ്യാൻ പറ്റും. ഇതിനകത്ത് പോയിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ബ്ലൂ കൊടുത്ത ആൾക്കാരെയൊക്കെ നമുക്ക് ബ്ലൂ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നേരെ താഴെ ഇരിക്കുന്ന സെറ്റിങ്സ്, ആ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് നേരെ കമ്മ്യൂണിറ്റി മോഡറേഷൻ, അതിൽ പോയിട്ട് യൂസർ മാനേജ്മെൻറ്റ്, എന്നിട്ട് അവിടെ നമ്മൾ ആർക്കെങ്കിലും ബ്ലൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഇവിടെ ഞാനിപ്പോൾ ബ്ലൂ കൊടുത്തിരിക്കുന്നത് എൻ്റെ വൈഫിന് മാത്രമാണ്, അതുകൊണ്ടാണ് ഇവിടെ കാണുന്നത്. പിന്നെ വേറെ ഒരു ഇത്, നമ്മളിപ്പോൾ ഒത്തിരി പേർക്ക് നമ്മൾ ബ്ലൂ കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ ലൈവിൽ. ആ ഒത്തിരി പേർക്ക് ബ്ലൂ കൊടുക്കുമ്പോൾ ചിലർ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യും, അവരെ വന്ന് യൂസർ ഔട്ട് ചെയ്ത് കളയും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബോക്സിനകത്ത് വേറെ ആരെങ്കിലും ടൈം ഔട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ടൈം ഔട്ട് ചെയ്ത് ഇതിനകത്ത് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതും നമുക്കിവിടെ പോയിട്ട് ഈ ഇൻഡു മാർക്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സേവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ തിരിച്ച് നമ്മുടെ ലൈവിലോട്ട് കൊണ്ടുവരാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സബ്ബാക്കുക, സപ്പോർട്ടാക്കുക. താങ്ക് യു സോ മച്ച്.